അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച സസ്പെൻസ് തുടർന്ന് കോൺഗ്രസ്. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം രാവിലെ ഉണ്ടാകും. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേർന്നുണ്ട്. ബാലു, ഈയൊരു കാര്യം, ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. 3 മണിവരെയാണ് സമയം. അപ്പോഴും ഇവിടുത്തെ സസ്പെൻസ് ഇങ്ങനെ തുടരുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സന്ധ്യ, രാഹുൽ ഗാന്ധി ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പൂന സന്ദർശനം അദ്ദേഹം വെട്ടിച്ചുരുക്കി, അല്ലെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ അമേഠിയിൽ എത്തുമെന്ന് ഇന്നലെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ, അതായത് സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ റായ്ബറേലിയിൽ നിന്ന് ജനവിധി തേടിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ, ഒരുപക്ഷെ രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. റായ്ബറേലി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ചില നിർണായകമായ വസ്തുതകൾ കൂടിയുണ്ട്. കാരണം നിലവിൽ അമേഠി മണ്ഡലത്തിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് റായ്ബറേലി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഈ BJP തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും റായ്ബറേലിക്ക് കീഴിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയായിരുന്നു വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കൂടുതൽ വിജയസാധ്യത ഉണ്ട് എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. അതിനു പുറമെ ഈ ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ സോണിയാഗാന്ധി എന്നിവർ ദീർഘകാലം ഈ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി. അതുകൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കുവാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധിയുമായി മല്ലികാർജുന ഖാർഗെ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് റായ്ബറേലി മണ്ഡലം സംബന്ധിച്ചുള്ള തീരുമാനം ഏതാണ്ട് തത്വത്തിലായതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ അവിടെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ഏതായാലും ഈ രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ന് അമേഠിയിലേക്ക് രാവിലെ തന്നെ പോകുന്നുണ്ട്. KC വേണുഗോപാലും ഇവർക്കൊപ്പം അവിടെ എത്തുന്നുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധിയും ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒപ്പം അമേഠിയിലും റായ്ബറേലിയിലും ഇന്ന് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശരി ബാലു.